എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നതിലൊക്കെ കാണുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, കുറച്ച് സഹോദരിമാർ അവരുടെ മക്കളെയും കൊണ്ടിരുന്ന് വീഡിയോ ചെയ്യുന്നു. അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നതുമാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും കുടുംബ വഴക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ സോഷ്യൽ മീഡിയയിൽ വരിക, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ഇടുക, പറയുക. ഇനി ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ വഴി തെറി വിളിക്കുക, അത് മറ്റുള്ളവരെ കൂടി കേൾപ്പിക്കുക. അപ്പോൾ ചില ആളുകളുണ്ട് ഇങ്ങനെ പരസ്പരം തെറി വിളിക്കുന്നതൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അത്തരക്കാർ വന്നിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ സ്ഥിരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് വ്യൂസ് വരും, അവർക്ക് വരുമാനം വരും, ഒക്കെ ചെയ്യും. അപ്പോൾ ആദ്യം ഓർക്കേണ്ടത്, ഇങ്ങനെ വന്നിരുന്ന തെറിവിളി കേൾക്കുന്ന ആളുകൾ ഓർക്കേണ്ടത്, നിങ്ങൾ അവരുടെ തെറിവിളി കേട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ഫുള്ള് നെഗറ്റീവായിരിക്കത്തേ ഉള്ളൂ ആവുന്നത്. ശരിക്കും അവർക്ക് പൈസ കിട്ടും. അവർ വിളിക്കുന്ന വായിൽ നിന്ന് വരുന്ന തീട്ട വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ പണം അവർക്ക് കിട്ടുന്നു. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലർ പറയും, നിങ്ങൾ പറയുന്നത് കേട്ടാലും അങ്ങനെയല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ തെറിയല്ലല്ലോ പറയുന്നത്. നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുന്ന കാര്യം, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ളതോ ആയിട്ടുള്ളൊരു കാര്യം, അതല്ലെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്. പിന്നെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ വിമർശിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ മിക്ക സ്ത്രീകളും വന്നിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അവർക്ക് അവരുടെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇത് കുട്ടികളെയും വിളിച്ച് അടുത്തിരുത്തിയിട്ട് അവരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എത്ര മോശമാണെന്ന് ആദ്യം അറിയണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്ക് വേണേൽ എന്നെ പൊങ്കാല ഇടാനായിട്ടും ആളുകളുണ്ടാവും. ഇവരുടെയൊക്കെ ഫാൻസ് പവറൊക്കെ ഉള്ള ആളുകളാണ്. ഇവർക്കൊക്കെ അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ പൊങ്കാല ഇടാനായിട്ട് വരും. എത്ര പൊങ്കാല ഇടാൻ വന്നാലും നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ നിലപാടുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് പറയാണ്ട് വയ്യ. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം, ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന സ്ത്രീകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കൊക്കെ യൂട്യൂബിൻ്റെ പോളിസി എന്താണെന്ന് അറിയാമോ? അതറിഞ്ഞിട്ട് തന്നെയാണോ നിങ്ങളിങ്ങനെ കുട്ടികളെയൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫണ്ണായിട്ടുള്ള വീഡിയോ കാണിക്കുമ്പോൾ അതിൽ കുട്ടികളെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരുടെ ഫേസ് കാണിക്കുകയാണെങ്കിൽ ബ്ലറർ പോലും ചെയ്യാതെ കാണിച്ച് ഇത്തരത്തിലൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണിച്ചിട്ട് മറ്റാരെങ്കിലും നിങ്ങൾക്കെതിരെ റിപ്പോർട്ട് റിപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ വരെ പൂട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പലരും വന്നിട്ട് ഇപ്പോൾ ഷാജിയുടെ വീഡിയോകൾ തന്നെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് വളരെ ഫണ്ണായിട്ട് അവർ വീഡിയോകൾ ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാത്ത പക്ഷം ശരിക്കും ഷാരിക്ക് മോനെ കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. നല്ല രസമാണത് കുട്ടി. പക്ഷെ അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ മറ്റ് പലരും അവർ ഇങ്ങനെ വന്നിരുന്നിട്ട് അവർ തെറിയൊക്കെ പച്ച തെറികളൊക്കെ വിളിക്കും. ഈ പ്രായപൂർത്തിയാവാത്തതും ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് തെറി വിളിക്കുന്നത്. അത് ചിലരൊക്കെ വിളിക്കുന്ന തെറികളെന്ന് പറഞ്ഞാൽ അത് തെറിയാണെന്ന് പറയാൻ പറ്റില്ല. അതായത് അതൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇത് ഈ കുട്ടികൾ കേൾക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ മാറി നിന്ന് കളിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. ശരിക്കും അവരുടെ ചെവി അവരിവിടെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അത് കുട്ടികളുടെ ഒരു സൈക്കോളജിയാണ്. കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എന്ത് പറയുന്നു എന്നുള്ളത് അവർ ശ്രദ്ധിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ നിർത്തിയിട്ട് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. നമ്മൾ അല്ലെങ്കിൽ സഭ്യമായ വാക്കുകളാണ് സംസാരിക്കുന്നത് എങ്കിൽ ഒരു കുഴപ്പമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കുട്ടികളെപ്പോഴും റോൾ മോഡലാക്കുന്നത് അവരുടെ അച്ഛനെയും അമ്മയും തന്നെയായിരിക്കും. വീട്ടിൽ സംസാരിക്കുന്നതിന് ഭാഷാശുദ്ധി ഇല്ലെങ്കിൽ കുട്ടികളും അത് കേട്ട് പഠിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം കുഞ്ഞു കാര്യങ്ങളൊക്കെ തെറികളൊക്കെ അത്യാവശ്യം സ്ത്രീകളൊക്കെ വിളിക്കുന്ന ആൾ തന്നെ. ഞാൻ ദേഷ്യം വന്ന പിള്ളേരെയൊക്കെ വിളിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. അത് നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ വീട്ടിനുള്ളിൽ മാത്രമാണ്. അത് കേൾക്കുന്നത് നമ്മുടെ മക്കളുമാണ് എന്ന് കരുതിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിക്കുന്നത് മര്യാദയാണോ?
ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. വീടുകളിനുള്ളിൽ വീടുകളിനുള്ളിലാണെങ്കിൽ പോലും കൊച്ചു കുട്ടികൾ നമ്മുടെ ദേഷ്യം കലിപ്പ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും കുട്ടികൾ കേൾക്കാൻ അങ്ങനെ പറയാൻ പാടില്ല. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ലതിനേക്കാളേറെ പെട്ടെന്ന് ഫോളോ ചെയ്യുന്നത് ഇതുപോലെയുള്ള മോശം കാര്യങ്ങളായിരിക്കും. അത് കുട്ടികളല്ല, മുതിർന്നവരും അങ്ങനെ തന്നെ. 1000 നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരൊറ്റ തെറി പറയുകയാണെങ്കിൽ അതായിരിക്കും അവരുടെ ബ്രെയിനിൽ പെട്ടെന്ന് കയറുക. അതാണ് കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, മസൂറ ഫാത്തിമയുടെ ചാനൽ ഞാൻ മുമ്പ് വീഡിയോയും ചെയ്തിട്ടുണ്ട് അവർക്കായിട്ട്. അതായത് ഷാജി ഇവർക്കെതിരെ ചില കാര്യങ്ങളും വെല്ലുവിളികളൊക്കെ നടത്തിയ സമയത്ത് ഇവർ കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ചിട്ട് ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇവരെ ചാനൽ ഷാജിദ റിമൂവ് ചെയ്ത് കളയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സങ്കടപ്പെട്ട് കരഞ്ഞ് ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജിദയെ എല്ലാവരും എടുത്തിട്ട് പൊങ്കാല ഇട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരത്തി തന്നെ ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ കൂടെ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ ചാനൽ ഞാൻ റിപ്പോർട്ട് അടിച്ച് നശിപ്പിക്കുമെന്ന്. എന്താ അല്ലേ? ഇല്ലേ, പണ്ട് പറയുന്നത് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറയുന്നത് പോലെ ഇവർക്കത് പറയാൻ പാടുണ്ടോ? മറ്റൊരു സ്ത്രീ ഇവരെക്കുറിച്ച് അങ്ങനെ ഇവരുടെ ചാനൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്തുമാത്രം വേദനിച്ചു. ആ സമയത്ത് ഇവരിരുന്ന് നിലവിളിച്ച് പറ്റി വിളിച്ച് കരഞ്ഞാണ് അവർ ചാനലിൽ വന്നത്. അത് അവരുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ഈ പറയുന്നത് ഇവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ചാനൽ നശിപ്പിക്കുമെന്ന്. എന്തല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അതേക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കാനും തയ്യാറല്ല. ഇപ്പം ഞാൻ പറയാൻ വന്നത്, കുട്ടിയെ മുന്നിലിരുത്തിയിട്ട് ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടാതെ അത് തന്നെ കാണിക്കാം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മക്കളെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ വൈകിട്ട് പിടിക്കുന്ന വീഡിയോ ആണ്. പിന്നെ ഇതൊന്നും അല്ല വീഡിയോയിൽ പറയണ. ഉമ്മച്ചി ഇന്ന് 550 രൂപ പാലാണ് ഇന്ന് എടുത്തത്. ഇന്നലെയൊക്കെ 400 എടുത്തത്. ഇന്നലെ പണിയില്ലായിരുന്നു. മെനിയാന്ന് 400 എടുപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഒന്നും വൃത്തിയാക്കിയൊന്നുമില്ല. ഇനി വേണം എല്ലാം കുളിക്കാനും കാര്യങ്ങളും ഇല്ല. അപ്പോഴ് ഇത്രയും ഇപ്പോഴത്തെ വെയിൽ അറിയാലോ നിങ്ങൾക്ക്. എൻ്റെ ജീവിതം മൊത്തം ഇതിനകത്തുണ്ട്. 1 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം. പിന്നെ ഞാൻ മസ്റൂമോളടുത്ത്, ബാക്കി 2 പൊടി മക്കളാണ്, മസ്റൂമോളടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. മസ്റൂമാക്ക് എത്ര വാപ്പയുണ്ട്? മോൾ ആരെയാണ് വാപ്പച്ചിന്ന് വിളിച്ചിട്ടുള്ളത്? ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വാപ്പാന്ന് വിളിച്ചിട്ടുള്ളത്. പിന്നെ മസ്റൂമോള് ഞാൻ ജന്മം നൽകിയ എൻ്റെ മക്കളാണ്. ഞാൻ ഇതുവരെ ഒരു വാപ്പായ ഇതിനകത്ത് നോക്ക്, ഇത്ര സംസ്കാരമുണ്ട് ഈ സ്ത്രീക്ക്. 10 പൈസയുടെ വിവരം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് കേട്ടിട്ട് എന്നെ തെറി വിളിക്കാൻ താല്പര്യമുള്ളവർ വന്ന് വിളിച്ചോ, ഒരു പ്രശ്നവുമില്ല. കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവർ പറയുന്നത് എന്താണ്, ആ ചെറിയ കുട്ടിയോട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 10 വയസ്സോ അത്രയൊക്കെ പ്രായമുള്ളൂ എന്ന് തോന്നുന്നു ആ കുട്ടിക്ക്. അതിനോട് ചോദിക്കുകയാണ്, മസ്റൂറ എന്നാണെന്ന് തോന്നുന്നു കുട്ടിയുടെ പേര്. ചോദിക്കുകയാണ്, മോൾക്ക് എത്ര വാപ്പയുണ്ടെന്ന്, എന്താണ് ബാപ്പയുടെ പേരെന്ന്. ഇതാരെ കേൾപ്പിക്കാനാണ് നിങ്ങളിങ്ങനെ കുട്ടിയോട് ചോദിക്കുന്നത്? നിങ്ങൾക്കൊരു കൾച്ചറില്ലേ? നിങ്ങൾക്കൊരു സംസ്കാരമില്ലേ? നിങ്ങളിത് ആരെ കേൾപ്പിക്കാനാണ് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇങ്ങനെ കുട്ടിയോട് ചോദിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ? കുട്ടിക്കറിയില്ലേ അതിന് എത്ര ബാപ്പയാണുള്ളതെന്ന്? കുട്ടിക്കറിയില്ലേ ബാപ്പയുടെ പേര്? നിങ്ങൾക്കിതൊക്കെ ആരെ ബോധ്യപ്പെടുത്തണം? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട്, വീഡിയോയ്ക്ക് മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്? നിങ്ങൾ എന്തുമാത്രം താഴേക്കാണ് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങൾ കരഞ്ഞ് വിളിച്ച് നിങ്ങൾക്ക് വീടില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ വീട് വെച്ച് തരണം എന്ന് നിരന്തരം പറഞ്ഞ് വീഡിയോ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഓരോരുത്തരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടിയുടെ വയ്യായികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കരഞ്ഞും വിളിച്ചും നല്ലവരായ സഹോദരങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ വീടായി, നല്ലൊരു വീടായി, അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു അടിപൊളി വീട് തന്നെ നിങ്ങൾക്കായി. അതൊക്കെ നല്ലത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ദൈവം തന്നു, നിങ്ങൾ സ്വീകരിക്കട്ടെ. പക്ഷേ എന്ന് കരുതിയിട്ട് മറ്റുള്ളവരോട്, ചിലപ്പോൾ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലാവാം, എന്തിൻ്റെ പേരിലായാലും ഈ കുട്ടിയെ നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട്, മസ്റൂമോക്ക് എത്ര ബാപ്പയുണ്ട്, എത്ര പേരെ ബാപ്പാന്ന് വിളിച്ചത്, ബാപ്പയുടെ പേരൊക്കെ ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് പറയിക്കുന്നത് മ്ലേച്ഛകരമാണ്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? പൈസ മുന്നോട്ട് വരുന്നതനുസരിച്ച് മനുഷ്യൻ്റെ സംസ്കാരം താഴോട്ട് പോവുകയാണോ ചെയ്യുന്നത്? ഇതാരെ വെല്ലുവിളിക്കാനാണ്, ആരെ കാണിക്കാനാണ് നിങ്ങളിങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്?
സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ വരെ വകുപ്പുണ്ട്. ഞാനിത് പറയുമ്പോൾ വേറെ ചിലർക്കൊക്കെ കുരു പൊട്ടും, അതെനിക്ക് നന്നായിട്ടറിയാം. പൊട്ടുന്നവർ ഇത്തിരി ബിറ്റാഡിനും മഞ്ഞയും നല്ല രീതിയിൽ മേടിച്ചങ്ങ് തേച്ച് കളഞ്ഞാൽ മതി. കാരണം ഇങ്ങനെ കൊച്ചു കുട്ടികളെ കൊണ്ടൊന്നും ഇങ്ങനെ പറയിക്കാൻ പാടില്ല. ഇതൊക്കെ തെറ്റാണ്, വളരെ വലിയ തെറ്റാണ്. പലരും ചോദിച്ചു ഭർത്താവിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായില്ല. മോള് സ്കൂളിൽ അനുഭവിച്ച വേദന, വാപ്പയില്ലാത്ത കുട്ടിയെന്ന് അനുഭവിച്ച വേദന 3ാം ക്ലാസ്സിൽ ഞാൻ അനുഭവിച്ചു. ഒരുപാട് ഇവിടെ വന്ന് കരഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാമോ? ഈ സ്ത്രീക്ക് 10 പൈസയുടെ ബോധമില്ലെന്നേ ഞാൻ പറയൂ. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇത് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം മറ്റുള്ളവർ കേൾക്കട്ടെ. ഇപ്പോൾ സാധാരണപ്പെട്ട ആളുകൾ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന സാധാരണപ്പെട്ട ആളുകൾ വന്ന് എന്നെ തെറി വിളിച്ചോട്ടെ. പക്ഷേ സംസ്കാരമുള്ള ഒരാൾ ഞാൻ ഈ പറയുന്ന വാക്ക് കറക്റ്റാണെന്നേ പറയൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ പിള്ളേർ അവർ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച ദുഃഖങ്ങൾ എന്താണെന്ന് പിന്നീട് അവരെ ഓർമ്മിപ്പിക്കാൻ പാടില്ല. 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മസൂറ മോള് ബാപ്പ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു. കുട്ടി വീട്ടിൽ വന്നിട്ട് കരയുകയായിരുന്നു എന്നൊക്കെ ഇവരിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ആ ഒരു വിഷയം ഈ കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് അതിൻ്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ അതൊക്കെ അങ്ങ് വിട്ടു. ആ കുഞ്ഞ് അതൊക്കെ മറന്നിട്ടുണ്ടാവാം. ആ ഒരു കാര്യം വീണ്ടും നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ ആ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ എന്താ, പാപ്പ ഇല്ലാത്തതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബാപ്പമാര് ഇസ്ലാമിന് വിരുദ്ധമായി, അതായത് മദ്യപാനവും അടിയും. ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടിയുള്ള പല സ്റ്റേജുകളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ ബന്ധം തീർന്നപ്പോഴത്തേക്ക് ഡിസംബറിലാണ്, മാർച്ചിലാണ് ഇവിടെ നിൽക്കാൻ ഗൾഫിൽ പോണത്. മസ്രമോളെ കേക്ക് മുറിക്കുന്നത് 30ാം തീയതി. എന്നിട്ട് ബാപ്പച്ചി ഗൾഫിൽ കയറി പോയപ്പോഴത്തേക്ക് ഈ 1 മാസം കറക്റ്റ് പൈസ കടവും മറിച്ചാണ് പറഞ്ഞു വിട്ടത്. അപ്പൊ വാപ്പ ഇതുപോലെ അവിഹിതം കാണിച്ച് ഞാനിങ്ങനെ ആയി, നിന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞ സമയങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മസ്രമോളെ തൊട്ടിലിന്റെ കയറിൽ കെട്ടിത്തൂക്കി. അന്ന് എൻ്റെ പൊടി കിടന്ന കഴിഞ്ഞ്, എന്നിട്ട് വിറയില് വന്ന് കാലിക്കൂടെ വായിലൊക്കെ വിട്ടല്. ഞാൻ പറഞ്ഞു നമുക്ക് മരിക്കാൻ മക്കളെ, കാരണം വേറെ വഴിയില്ല എന്നെ കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ 3 മക്കള് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിവർത്തില്ല. ഇവന് 1 വയസ്സേ ഉള്ളു പൊടിക്ക്. അങ്ങനെ എന്തിരുന്നെന്നറിയുമോ, അപ്പോഴും തന്നെ എനിക്ക് മൈൻഡ് നേരെയായി. ഞാൻ അപ്പോൾ തന്നെ മോളെ അടിച്ചിറക്കി ആ നിമിഷം തന്നെ ആട്ടം വിളിച്ച് ഇവിടെ വന്നു. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ആത്മഹത്യയുടെ വക്കിൽ ഇവിടം വരെ എത്തിയതാണ്. കാരണം ജീവിക്കാൻ നിവർത്തിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ശരിയും തെറ്റുമൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. കാര്യം നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അതറിയാഞ്ഞിട്ടാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ പേര് എന്താണ്, നജീല എന്നോ മറ്റോ ആണ്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു കൂടപ്പിറപ്പേ, നിങ്ങളിട്ട ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രൈവറ്റ് ആക്കണം കേട്ടോ. നിങ്ങളിത് ഇട്ടിരിക്കല്ലേ, കാരണം നിങ്ങളുടെ പേരിൽ കേസ് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഇത് ആരെങ്കിലും ഒറ്റ കൊടുക്കുകയാണെങ്കിൽ. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നുണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഈ കുട്ടിയെ നിങ്ങളുടെ എന്ത് ബുദ്ധിമുട്ട് തന്നെ ആവട്ടെ, നിങ്ങൾ കുഞ്ഞിനെ തൊട്ടിലിൻ്റെ കയറിൽ കെട്ടിത്തൂക്കി എന്ന് നിങ്ങൾ പറയുന്നു. എന്നിട്ട് പിന്നീട് നിങ്ങൾ അഴിച്ചിറക്കി എന്ന് പറയുന്നു. ഇത് സത്യമാണെങ്കിൽ, സത്യമാണോ കള്ളമാണോന്നൊന്നും എനിക്കറിയില്ല. ഇനി മീഡിയകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ പറഞ്ഞതാണോ എന്നും എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ, ഒന്നാമത് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇനി അഥവാ അത് കഴിഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളെ 2 പേരെയും മുന്നിലിരുത്തി അത് പറയാമോ നിങ്ങൾക്ക്? അതൊക്കെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ സംഭവിച്ചതാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവില്ല അവരുടെ മൈൻഡിൽ. ഇനി അഥവാ അത് ഓർമ്മ ഉണ്ടെങ്കിൽ പോലും അത് അതിൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യമാണ്. അതിനെ ഉണർത്തേണ്ട കാര്യമുണ്ടോ കുഞ്ഞുങ്ങളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട്? എന്ത് തെറ്റാണ് തള്ളേ നിങ്ങൾ ഈ ചെയ്യുന്നത്? എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ആ കുട്ടികളെ പിടിച്ച്, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? കുട്ടികളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇനി നാളൊരു സമയം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇതിങ്ങനെ ഉറങ്ങിക്കിടക്കും. കുറെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ ഉള്ളിൽ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ഈ കുഞ്ഞിനെ കെട്ടിത്തൂക്കി എന്നൊക്കെയുള്ള കാര്യമുണ്ടല്ലോ, ചൈൽഡ് ലൈനൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ പേരിൽ സ്വമേധയാ കേസെടുക്കും കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നെങ്കിൽ, നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിതിങ്ങനെ പറഞ്ഞു പോയതെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കൂ. അതായിരിക്കും നല്ലത്. അത്ര എനിക്ക് നിങ്ങൾ ഒരു സഹോദരി അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയത്തിയോട് പറയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുക കേട്ടോ. അറിഞ്ഞുകൂടത്തോണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യൂ. അതായിരിക്കും നല്ലത്.
പാല് കൊടുക്കാൻ പറ്റുള്ളൂ. 1 വയസ്സ് എന്നൊക്കെ പറഞ്ഞേ നിങ്ങൾക്ക് അറിയാല്ലേ എന്താണെന്ന്. മസ്റുമോള് ഞാൻ ഈ കഷ്ടപ്പാടിനൊടുവിൽ ഈ മക്കളെ ചേർത്ത് പിടിച്ചിട്ടാണ്. ഞാൻ അനാഥാലയത്തിലോ വേറെ എവിടെയെങ്കിലും ഞാൻ കൊണ്ട് കളഞ്ഞ എന്റെ ഉദരത്തിൽ ജനിച്ചു എന്നൊരു ഇതേ ഉള്ളൂ. എന്റെ കടമയിൽ എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഒരു മസ്റുമോൾക്ക് ഒരു വാപ്പ ഉണ്ടെങ്കിൽ 9ാമത്തെ വയസ്സാണ് മസ്റുമോൾക്ക്. ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മുത്തുമോനിക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എന്തിയെ എവിടെ പോയി? ബിഹേവിയറിന്റെ അന്ന് രാവിലെ 1000 രൂപ വീതം എനിക്ക് അയച്ചു തരും. മോനെ കൊണ്ടുപോയിട്ട് വാ. മക്കളെ വീഡിയോ കോൾ വിളിക്കും. ഇപ്പൊ മരിച്ചിട്ട് 4 മാസേള്. നമ്മളിൽ നിന്ന് അകന്നു പോയെങ്കിലും മക്കളെ വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. പെരുന്നാളിന് പൈസ അയച്ചുമായിരുന്നു. അങ്ങനെ ഒരു തന്ത ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ കഷ്ടപ്പെടേണ്ടുന്ന ഒരവസ്ഥ വരില്ലായിരുന്നു. ഞാൻ 4 മക്കള് ജന്മം നൽകി. 3 പേര് എന്റെ കൂടെ ഉണ്ട്. എന്റെ കടമയാണ് എന്റെ മക്കളാ. ഇനി എത്ര തന്ത ഞാൻ എത്ര കുഞ്ഞുങ്ങളെയോ ജന്മം നൽകട്ടെ, എന്റെ മക്കൾ എപ്പോഴും ഹലാലിലുള്ള മക്കളാണ്. പിന്നെ എന്റെ മക്കളെ വാപ്പാനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുതരാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ഉണ്ട് ഒരേ ജീവിതത്തിൽ ഒരേ പരാതി. ഞാൻ ഇതുവരെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാ അങ്ങനെ ഇതുവരെയെങ്കിലും നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അപ്പോഴേ ഇനി ഒരു കാര്യമുണ്ട്. ഒരു വിവാഹ ജീവിതം എനിക്ക് വന്നാലും ശരിയാണ്. അദ്ദേഹം പറയും എന്റെ ലൈഫ് എന്തായാലും ഒളിച്ചും പാത്തും അല്ലല്ലോ നമ്മൾ കെട്ടിക്കുന്ന. അല്ലെങ്കിൽ ഇനി എനിക്ക് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതാ 9 വയസ്സുള്ള മകളാണ് എന്റെ മുമ്പ് ഇരിക്കുന്നത്. ഈ മകളെയൊക്കെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാനേ, എന്റെ മക്കളെ സ്കൂളിലൊക്കെ ഇത് കാണുന്നതാണ്. ചോദിക്കാൻ ഒത്തിരിയെങ്കിലും കുടുംബത്തൊന്ന് പിറക്കണം. എല്ലാരും വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അവരെയൊക്കെ വീട്ടിൽ ഇതിന്ന് വലിയ ഫോൾട്ടുകളാണ്. എനിക്ക് ഒരു ഫോൾട്ടും ഇല്ല. എന്റെ മക്കൾ എന്റെ കൈകളിൽ സുരക്ഷിതമാണ്, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ എന്റെ മസ്റൂറാക്ക് ഒരു വാപ്പ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാപ്പാരെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് ചെലവിന് കൊടുത്തേനാ. എത്രയായാലും ഒരു ഭാര്യയ്ക്ക് 3 തലാക്കിലേ ബന്ധം കഴിയുള്ളൂ. പക്ഷെ എന്റെ മക്കളെ ഉപ്പ. നിങ്ങളിത് ആരെ കേൾപ്പിക്കാനായി എന്ന് പറയുന്നത്? നിങ്ങൾ ആ കൊച്ചിൻ്റെ മുഖം തന്നെ കാണിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ സ്കൂളിൽ മറ്റുള്ളവർ കാണില്ലേ? നിങ്ങളുടെ ഇല്ലായ്മയും അല്ലായ്മയൊക്കെ നിങ്ങൾ എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുന്നത്? നാട്ടുകാരെ അറിയിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് പറയൂ, പ്രശ്നമല്ല. ഈ കുഞ്ഞുങ്ങളെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറയുമ്പോൾ സ്കൂളിൽ തന്നെ ഈ കുട്ടിയുടെ കൂട്ടുകാരികളായാലും മറ്റുള്ള കുട്ടികളുടെ പാരൻസ് ആയാലും അതുപോലെ തന്നെ പിന്നെ മറ്റ് ടീച്ചർമാരായാലും കേൾക്കുമ്പോൾ ഈ കുഞ്ഞിന് എന്ത് വില കിട്ടും? ഈ കുഞ്ഞിന് എന്ത് ബഹുമാനം കിട്ടും? നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങൾക്കെന്താ ഇപ്പോൾ ബുദ്ധിയും ബോധവും എല്ലാം നശിച്ചോ? എന്നെ വിമർശിക്കുന്നവർ വിമർശിച്ചോളൂ, പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ മാത്രമല്ല അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, ഒരുപാട് പുരുഷന്മാരുണ്ട്. ഒരുപാട് വേദനകൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. സ്ത്രീയും പുരുഷനും ഒരുപോലെയുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല. ഇപ്പോൾ മീഡിയയ്ക്ക് മുന്നിലിരുന്ന് ഇപ്പോൾ എനിക്കും ഒരു 100,000 പ്രശ്നങ്ങളുണ്ടാവും. അത് പക്ഷെ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് 10 പേര് കേൾക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുമോ? ഒരിക്കലും മാറില്ല. മറ്റുള്ളവർ കൂടി നമ്മളെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. പുച്ഛത്തോടെ മാത്രമേ കാണുള്ളൂ. അവളൊരു യൂട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നു. ആളുകൾ കേൾക്കാതെ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അവളൊരു യൂട്യൂബ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ തുപ്പുന്നേയും തുമ്മുന്നേയും തൂറുന്നേയും പെടുക്കുന്നേയും എല്ലാം വന്ന് യൂട്യൂബിൽ വന്ന് പറയും. അങ്ങനെ പറയത്തുള്ളൂ. ഇനി അഥവാ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ 2 പേരെ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിയിട്ട് പറയുന്നത്? നിങ്ങളുടെ ദാരിദ്ര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മുഖം എന്തിനാണ് കാണിക്കുന്നത്? ഈ മോളെ കാണിച്ചിട്ടാണോ നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു എന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കുഞ്ഞിനെ കാണിക്കുന്നത്? നിങ്ങൾ ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്താലും എന്ത് ചെയ്താലും എനിക്കൊരു കുന്തവുമില്ല. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ വളരെ തെറ്റാണ് കേട്ടോ. നിങ്ങൾ സ്വയം നിങ്ങൾക്കുള്ള കുഴി കുഴിക്കരുത്. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെ വളരെ തെറ്റാണ്. ലീഗലി വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പേര് കേൾക്കാൻ നിനക്ക് ഇഷ്ടമാണോ? വാപ്പാരെ പേര് പറയാൻ കണ്ട ഇഷ്ടമാണ്. മക്കൾ ആരെയാണ് വാപ്പച്ചിന്ന് വിളിച്ചതെന്ന് പറഞ്ഞോട്. 3 വാപ്പ ഉണ്ടായാലും 4 വാപ്പ ഉണ്ടായാലും എന്റെ മക്കൾ ഷംസുദ്ദീൻ എന്ന് പറയുന്നൊരു വ്യക്തി പറയുന്ന കേട്ടില്ലേ? ഈ സ്ത്രീക്ക് നല്ല തല്ലുള്ളതിൻ്റെ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. കുഞ്ഞിനോട് ചോദിക്കുകയാണ്, അതും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ്, മസ്റൂ മോളെ, നീ ആരെയാണ് ബാപ്പായ എന്ന് വിളിച്ചത്? ആ ആളിൻ്റെ പേരൊന്ന് പറയും. നിങ്ങൾക്കിത് ആരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് പറഞ്ഞു കൊടുത്ത ആൾ തന്നെയാണ് കുഞ്ഞിൻ്റെ ബാപ്പ. അതിലൊരു തർക്കവുമില്ല. ഏതമ്മ ആരെ ചൂണ്ടിയാണോ ഇത് നിൻ്റെ അച്ഛനെന്ന് പറയുന്നു, അത് തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. അതിൽ ഒരു തെറ്റുമില്ല. അത് നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിന് ഇത്
കുഞ്ഞിനെ കൊണ്ട് പറയിക്കുമ്പോൾ അത് തെറ്റായ ഒരു മെസ്സേജാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ കുഞ്ഞിൻ്റെ മനസ്സിലും നല്ലൊരു, അതായത് നിങ്ങളൊരു നല്ല ഉമ്മ തന്നെയാണ് കുഞ്ഞിൻ്റെ മനസ്സിൽ. നിങ്ങൾ അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊന്നും ഒരു മര്യാദയുള്ള കാര്യമല്ല. നിങ്ങളുടെ ഫോളോവേഴ്സൊക്കെ നിങ്ങളെ ചിലപ്പോൾ ക്ലാപ്പ് ചെയ്യുമായിരിക്കും, പക്ഷേ അതിൽ കുറച്ചെങ്കിലും നിങ്ങളോട് സ്നേഹമുള്ള, ആത്മാർത്ഥ സ്നേഹമുള്ളവരുണ്ടെങ്കിൽ അവർ പറഞ്ഞ് തിരുത്തി തരും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ. നിങ്ങൾക്ക് എല്ലാവരും പറയാം ഊടായ്പാണ്, ഒളിപ്പാണ്, ഒരു വീടായതിലാണ് കുറ്റം. ഇത്രയും നാള് ഞാൻ കീറി പറഞ്ഞ തുണിയിട്ട് നടന്നു. ഇതത്രയും എനിക്കൊരു വീടായതാണോ തെറ്റ്? അതെ, ഞാൻ നല്ലോണൊക്കെ ഇരിക്കുന്നുണ്ടോ? സെറ്റിയായി, ബാക്കിയായി എന്റെ ജമാഅത്ത്, ബാക്കി കാര്യം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എല്ലാം ആറടി മണ്ണി ജീവിക്കുന്ന ഈ കണ്ടന്റിന് വേണ്ടി, അതായത് കണ്ടന്റിന് വേണ്ടി. ഇവർ ശരിക്കും സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ ഇപ്പോഴ്, ഷാജി സംസാരിക്കുന്ന അതേ രീതിയിലാണ് ഇപ്പോൾ ഇവർ സംസാരിച്ച് വരുന്നത്. ഇവരുടെ പല സംസാരങ്ങളിലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ഒരു യൂട്യൂബറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരുടെ ചാനലിൽ റിപ്പോർട്ട് അടിച്ച് കളയുന്ന ഇവർ പറഞ്ഞു. പണ്ടൊരിക്കൽ ഷാജിദ ഇവരോട് അത് തിരിച്ച് പറഞ്ഞൊരു സംഭവമാണത്. അപ്പോൾ അന്ന് ഇവർ കരഞ്ഞൊലിപ്പിച്ചത് ഇവർക്ക് നന്നായിട്ടറിയാം. അതുപോലെ ഇവരും തിരിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞത്, ഞാൻ ഇത്തിരി വൃത്തിയായിട്ട് നിൽക്കുന്നതാണോ, എനിക്കൊരു വീടുണ്ടായതാണോ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കുഴപ്പം, ഞാൻ കീറിപ്പറഞ്ഞ തുണികളൊക്കെ ഇട്ട് നടക്കണമെന്നാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്ന കേട്ടില്ലേ. ശരിക്കും ഷാജി എനിക്ക് ഓർമ്മ വരുന്നു, ഷാജി പറഞ്ഞ സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ കണ്ടന്റിന് വേണ്ടി, അതായത് കണ്ടന്റിന് വേണ്ടി പലതും ചെയ്യുമ്പോഴേ ഞാൻ എടുത്തിട്ട് പ്രതികരിക്കാത്തൊരു കാര്യം എന്തെന്നറിയാമോ? എൻ്റെ പൊന്നു മക്കള് നാളെ എന്തെന്നറിയാമോ? ഞാൻ ഇല്ലാണ്ടായി പോയാലും ഇവര് നന്നായിട്ട് വളരണം. ഇവർക്ക് ഞാനില്ലെങ്കിലുള്ള ഇവരെ അവസ്ഥകളൊന്നും ഇറങ്ങിയിട്ടുണ്ടാകും. മുത്തുമോനെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വൈകിപ്പോയി, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ്, പഠന വൈകല്യം വന്നുപോയി എന്ന് പറഞ്ഞ് ഞാൻ അവരെ അങ്ങനെ ഇട്ടെങ്കില. അങ്ങനെയുള്ളൊരു സ്കൂളിലാണ് ഞാൻ കുട്ടീനെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? ഞാൻ കളഞ്ഞിട്ടില്ല അവരാ. ഒരുപാട് പേര് പറഞ്ഞു നീ എത്തിക്കാനെ കൊണ്ടുവന്നാക്ക്. എൻ്റെ പൊന്നു സഹോദരി, പഠന വൈകല്യമുള്ള കുട്ടികളെ അങ്ങനെയുള്ള സ്കൂളുകളിൽ തന്നെയാണ് നോക്കുന്നത്. അല്ലാതെ സാധാരണ നോർമൽ കുട്ടികൾക്കൊപ്പം ഇരുത്തി കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കൂല ആരും. പിന്നെ ആരും ബാപ്പ കളഞ്ഞിട്ട് പോയെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇത് കരുതിയിട്ടോ ഒന്നും ആരും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കില്ല. പിന്നെ ചിലരൊക്കെ എത്തിങ്ങാനയിൽ അവിടെ എവിടെയൊക്കെ കുഞ്ഞുങ്ങളെ നിർത്തുന്നത് അവരവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആയിരിക്കും. അവിടെ ഷാജിദ തന്നെ നിർത്തിയിരിക്കുന്നില്ലേ, 5 കുട്ടികളുണ്ട് അവർക്ക്. 5 കുട്ടികളെയും ഒക്കത്ത് നിർത്തി അവർക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ കുട്ടികളിൽ ചിലതിനെയൊക്കെ അവർ എത്തിങ്ങാനയിൽ കൊണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എത്തിങ്ങാനയിൽ കുട്ടികളെ ആക്കുന്നത് ഒരു വലിയ തെറ്റൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഈ 4, 3, 5 വയസ്സൊക്കെ ഉള്ള ഞാൻ കുട്ടികളെ എങ്ങനെ ഞാൻ 27ാമത്തെ വയസ്സിൽ ഞാൻ പ്രാരാബ്ദത്തിൽ ഇറങ്ങിയതാണ്. നിങ്ങൾക്കറിയാമോ? പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, പല തവണ. ഉമ്മാരടുത്ത് വിളിച്ചിട്ട് ചോദിക്കും, ഞാൻ ഇത്രയും കാലം വാടകയ്ക്കിടുന്നുണ്ടെന്നറിയാമോ? ആർക്കും ഒരു ശല്യമാവണ്ട എന്ന് കരുതി, ഉമ്മാക്കും വാപ്പാക്കും ആർക്കും ഒരു മടിപ്പ് തോന്നണ്ടെന്ന് കരുതിയിട്ടാണ് ഈ മക്കളെ അണച്ചു പിടിച്ച് ചേർത്ത് കിടന്നത്. നിങ്ങൾക്കറിയാമോ? ഇന്ന് എനിക്കൊരു വീടായി. അപ്പോഴും ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഈ മക്കൾ അനുഭവിക്കുന്ന വിഷമം ഉണ്ടല്ലോ, നിങ്ങൾ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാപ്പാനെ ചൊല്ലിയിട്ട് മക്കളാ. ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ എല്ലാവരും മക്കളെ വാപ്പായ ഞാൻ ചോദിക്കുന്ന, അതെ ആരെങ്കിലും കുറിച്ചിട്ട് ഞാൻ എടുത്തിട്ട് ബാഡായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്ന, എൻ്റെ ഒരു അടുക്കള, എൻ്റെ ഒരു വീട്, അല്ലെങ്കിൽ എൻ്റെ ഒരു വാടക വീട്, അല്ലെങ്കിൽ എൻ്റെ റബ്ബർ തോട്ട, ഞാൻ നടന്നു പോണത്. നിങ്ങൾ ഈ കരഞ്ഞ കണ്ണീരിന് കണക്കില്ല. ഞാൻ ഒരിക്കലും എൽമ പഠിച്ച ഒരാളായോണ്ട് ഞാൻ ആത്മഹത്യ ടെൻഡൻസി ഉള്ള ഒരാളല്ല. ഞാൻ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ഈ മക്കളെ നോക്ക്, ഉമ്മാക്കും ഉപ്പാക്കും പകരം ഞാനാണ്. എന്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തലാക്കൊന്നും പറയുന്ന നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞു? നിങ്ങൾ ഈ ആത്മഹത്യയുടെ കാര്യവുമില്ല, ഈ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് പറയുന്നത് ഒട്ടും ശരിയല്ല, മര്യാദകേടാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ പുലിവാലുള്ള കാര്യമാണ്. ഇതൊന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, കേട്ടോ. 3 വാക്കുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഇസ്ലാമിൽ എഴുതപ്പെട്ട വാക്കുകളാണ്. ഇന്ന് 9 വയസ്സായി, അപ്പോഴാണ് മക്കളെ വാപ്പായ പറയണത്. ഇവർക്കൊക്കെ സ്കൂളുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ എനിക്ക് എന്നെ 5 കെട്ടിക്കട്ടെ, 6 കെട്ടിക്കട്ടെ, എന്റെ റബ്ബ് തന്ന വിധിയല്ലേ. അപ്പോഴും ഞാൻ ക്ഷമിച്ച് തവക്കൽത്തു അലല്ലാഹ്, അള്ളാഹുവിലോട്ട് ഞാൻ എല്ലാം അർപ്പിച്ചിരിക്കുകയാണ്. മകൻ മരിച്ച് ഞാൻ സഹിച്ച്, എന്റെ ബന്ധം തീർന്ന് ഞാൻ സഹിച്ച്, ഭർത്താവ് മരണപ്പെട്ട് ഞാൻ സഹിച്ച്,
ഏ എനിക്കൊരു വീടായി. എന്നെ എന്ന് റബ്ബ് കരയിപ്പിക്കൂല. എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ മുറുകെ പിടിച്ചിട്ടുള്ളൂ സമൂഹത്തിന്റെ വാക്കിൽ നിന്ന്. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ഒരു മക്കളാ ഉമ്മയാകാൻ ഞാൻ ഭാഗ്യം ചെയ്തോളാണ്. അതെല്ലാരും അങ്ങനെ തന്നെ. താൻ മാത്രമല്ല. 10 വർഷം മക്കള് ജനിച്ചിട്ട് ഇപ്പൊ മൂത്ത മകനുണ്ടെന്ന് 11 വയസ്സായില്ല. ഞാൻ ആർക്കെങ്കിലും കൊടുത്ത എന്റെ മക്കളാ? ആരെങ്കിലും മുമ്പ് കൊണ്ടിട്ട് കൊടുത്താ? നിങ്ങൾ പറ. നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. ഒരു നെജിര എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വരാൻ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. പല ജോലികൾ ചെയ്തിട്ടുണ്ട്, വീട്ടുപണി, കുഞ്ഞിനെ തോളിലിട്ടിട്ട് നൈറ്റി കച്ചവടം. എന്റെ മക്കളെ വളർത്താൻ ആരെ മുമ്പ് കൈനീട്ടില്ല. ഈ ഒരു കിടപ്പാടത്തിന് വേണ്ടി ബാക്കി പണി തീർന്നപ്പോ അത് നല്ലവരായ കുറച്ച് ഇക്കായുമാണ് എന്നെ സഹായിച്ചിരിക്കുന്നത്. പിന്നെ മക്കൾക്ക് വേണ്ടി. ഈ മക്കൾ എത്തിയുമല്ല എന്ന് ഞാനും, എത്തിയുമാണോ എന്ന് ഞാനും പലരും പറയുന്നുണ്ട്. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ, നമ്മുടെ മക്കളെ എത്തിയുമായിട്ട് വളർത്താനല്ല നമ്മളാൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ മക്കളെ എന്തിനാ അവർക്ക് ജന്മം നൽകി കൊടുക്കുന്നത്? ഉമ്മാരെ ഉപ്പരെയും കൂടെ സന്തോഷത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഇവിടെ തന്നെ ഒരു എത്തിങ്ങാനിയുണ്ട്. അതിന് വാപ്പ നഷ്ടപ്പെട്ട മക്കളുണ്ട്, മരണപ്പെട്ടവരെ കളഞ്ഞിട്ട് പോയത്. ആ മക്കളെ നമ്മൾ എത്തി മക്കൾ എന്നല്ലേ വിളിക്കുന്ന. എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ ജോലി ഭാരം കുറച്ച് കുറഞ്ഞേരാ എന്നും വിചാരിക്കും ഞാൻ. എന്റെ പ്രാരാബ്ദം കുറച്ച് വീടാവുമ്പോ എനിക്ക് സമാധാനം. ഒരു നിലയ്ക്ക് പറ്റണില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ കുട്ടികൾക്ക് ആരുണ്ടെങ്ങൾ പറയും. നിങ്ങൾ നോക്കൂ, ഈ കമന്റ് എഴുതി പിടിപ്പിക്കുന്നവർ നോക്കൂ. അല്ലെങ്കിൽ കുടുംബം നിങ്ങളെയൊക്കെ വീട്ടിലില്ലേ ഫോൾട്ടുകൾ? ഇല്ലേ? നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ വന്നത്. ഇതിൽ നിന്നൊരു ഏർണിങ്സ് കിട്ടിയിട്ടും പോലും ആരെങ്കിലും ഒക്കെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പൊന്ന ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മോളെ കൂടപ്പറപ്പ് എങ്ങനെയാണ്. എന്റെ മസ്ർ മോളൊക്കെ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലേ, നിങ്ങൾ നോക്ക്. ഇതൊക്കെ എല്ലാരും കാണുന്നതാ. ഈ എന്റെ ഈ നാട്ടുപുറം മൊത്തം ഉണ്ട് ഒരു 2K 3K സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾക്കറിയാമോ? ഉള്ളവര് സഹായിച്ചാൽ മതി. ആരുടെ പിടിച്ചു മേടിച്ചാ ഉടുക്കു തുണി പോലും ഇല്ലാതിരുന്ന സമയങ്ങളുണ്ട്. കുളിച്ചിട്ട് മാറി ഉടുക്ക ഇല്ലാത്ത സമയങ്ങൾ. നമ്മൾ വന്നിട്ട് ഇല്ലായ്മ പറയണല്ല, എന്റെ ജീവിതമാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് എന്തേ മനുഷ്യരെ ഇത്ര ഇതില്ലേ? പൊടി മക്കളാ, മക്കളില്ലാത്ത എത്ര പേര് ദുഃഖിക്കണം. ആർക്കെങ്കിലും ഞാൻ കൊടുത്ത, അല്ലെങ്കിൽ ഇതാണ് നിന്റെ വാപ്പ, നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു കൊടുത്ത, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു. ചാക്കിൽ കൊണ്ടുപോയിട്ടൊന്ന് കിടത്തിയിട്ട് ഈ പൊന്നിനെ ഇവർ എൻ്റെ കൂടെ കാവലിരുന്നിട്ട് ജോലി ചെയ്ത സമയങ്ങളുണ്ട്. സ്വന്തം ഒരു വീടെന്ന് പറയാൻ ഒരു വീടായി എന്നെ ജീവിക്കാൻ അനുവദിക്കും. അതും എന്റെ ഉമ്മാക്കും അപ്പാക്കും മോളെ കെട്ടിച്ച് വിട്ടിട്ട് സമാധാനം ഉണ്ടാന്ന് വെച്ചാൽ അതുമില്ല. എന്തൊരു ജനം! എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഓസ്കാർ അവാർഡ്. എന്റെ നല്ല സബ്സ്ക്രൈബർ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉമ്മ വിശക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പച്ചോളം വരാൻ ചില സമയങ്ങളിൽ കൊടുത്ത സമയമുണ്ട്. അതിനുവേണ്ടി എന്നെ കിടപ്പാടായി, വീടായി, എന്നെ റാഹത്തായി. അൽഹംദുലില്ലാ, റബ്ബിനെ സ്തുതിക്കുന്നു. മരിച്ചുപോയ കുഞ്ഞിനെ എനിക്ക് വേണം, ഇവർക്കൊപ്പം എനിക്ക് സ്വർഗത്തിന് കഴിയണം. അങ്ങനെ എന്നെ ഏറ്റെടുക്കാൻ ഒരാൾ വരെയാണെങ്കിൽ ഞാൻ പറയണം നിങ്ങളുടെ അടുത്ത്, ഞാൻ ഇതുവരെ ആരുടെ പറഞ്ഞില്ല, അങ്ങനെ ഒരു ഏറ്റെടുക്കാൻ ഒരാൾ വരെയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ എന്റെ ലൈഫ്. ഇന്ന് വരെ എന്റെ ലൈഫ് പറഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. ഞാൻ എപ്പോഴും റബ്ബിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നു, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. എനിക്ക് 6 ലക്ഷങ്ങളൊന്നും അയച്ചു തരുന്നിട്ടില്ല. മക്കൾക്ക് ചിലപ്പോൾ 100, 200, 500 തരും. എന്റെ ജോലി നിർത്താറായി. ഞാൻ പുതിയൊരു ജോലി നോക്കണം. എന്റെ 2ാമത്തെ മോന് ബിഹേവിയർ ഉള്ള മോനാ. നിങ്ങൾക്കറിയാമോ? ആരെങ്കിലും മുമ്പ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താ ഞാൻ എന്റെ കയ്യിൽ പൊരുത്ത് നടന്നിട്ടേ ഉള്ളു, ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു. ഇത്രയും ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലേ മറുപടി ഒന്നും പറയാനില്ല എനിക്ക്. ഇത്രേ ഉള്ളൂ. എന്നു വെച്ചാല് ഇനിയെങ്കിലും മസ്റൂറ ഫാത്തിമ റീച്ചിന് വേണ്ടിയല്ല ഇറങ്ങിയത്. മസ്റൂറ ഫാത്തിമയെ എന്റെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്റെ കുറച്ച് കടബാധ്യത, ഈ പ്രമാണം ഒന്ന് എടുക്കണം എനിക്ക്. ഈ പ്രമാണം ലോണിലാണ്. അമ്മ നമുക്ക് വഴിയില്ലായിരുന്നു, ആ വീട് ഒടിഞ്ഞു വീഴാറായി. അപ്പോഴും കൊണ്ടുവന്ന് പ്രമാണം ലോൺ വെച്ചിട്ടാണ് ആ വീട് ശരിയാക്കിയത്. ഈ പ്രമാണം ഇവിടെ നാവായിക്കുള്ള സൊസൈറ്റിയിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ? അതിന്റെ തന്ത്രപ്പാടിലാണ്. ഞാൻ മരണപ്പെട്ടു പോയാലും എനിക്ക് അല്ലാതെ കുറച്ച് കടബാധ്യതകളുണ്ട്. മരണപ്പെട്ടു പോയാൽ എന്റെ മക്കളാ. ഈ റബ്ബർ പാല് നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എത്ര നേരം ഉണ്ടെന്നറിയാമോ? രോമത്തിൽ നിന്ന് ഇരിക്കുന്ന ചെറിയ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ദേവി ചെയ്തിട്ട് മസ്റൂറാക്ക് എന്താ പറയാനുള്ള പൊന്ന പറയും. കണ്ട അവരെന്നൊക്കെ വെച്ചാൽ നല്ല
നോക്ക്. ഈ മക്കളെ മാത്രം ക്രൂശിക്കരുത്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇവരെ ഉമ്മയും ഉപ്പയും ഞാനാണ്. അങ്ങനെ ഒരു അവകാശം പറഞ്ഞ് ഇവർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഈ മക്കൾ ഉപ്പാന്ന് വിളിച്ച് അവരെ കൈ തൂങ്ങി നടന്നേനെ. എല്ലാവർക്കും ഉപ്പായും ഉമ്മയും ഈ ഭൂമിയിൽ കൊടുക്കട്ടെ. കാരണം അവരെ ചേർത്ത് പിടിക്കാനായിട്ട്. ഇന്ന് ചേർത്ത് പിടിക്കാൻ ഞാൻ ഉണ്ടല്ലേ മസൂർ മോളെ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഇത്താമാരുണ്ട്, എൻ്റെ മക്കളാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് വഴിയാധാരമാക്കരുത്. ഒരു അപേക്ഷയുള്ളൂ. ചാനൽ എന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താലും ഒരു ഏണിങ്സ് കിട്ടിയാലും എൻ്റെ മക്കൾക്ക് കടബാധ്യതയിൽ ഞാനങ്ങ് മരണപ്പെട്ടു പോയാലും ആരും ജപ്തിയൊന്നും ചെയ്യാതെ ഈ വീട്ടിൽ സുഖമായിട്ട് ഇവിടെ കയറി കിടക്കാം. റബ്ബിന് മാത്രമേ ഞാൻ മുറുകി പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഈ കുഞ്ഞിനെ ഇരുത്തിയിട്ട് സംസാരിച്ചത് ഒട്ടും ശരിയല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിലൊക്കെ നേരത്തെ ഷാജി എങ്ങനെയാണോ പോയത് എല്ലാമല്ല ചിലതൊക്കെ ഇവർ പറയുന്നത്. ഇവരിപ്പോൾ പറയുന്നുണ്ട് വീടൊക്കെ ആയി, ഇനി അവർക്ക് വിവാഹത്തോട് താല്പര്യമുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യം. അവർ ചെറുപ്പക്കാരിയല്ലേ, വിവാഹമൊക്കെ കഴിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നല്ലൊരു പങ്കാളിയെ കിട്ടട്ടെ. ഷാജിയെ കണക്ക് ഊടായ്പിൽ ചെന്ന് ചാടാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ, അതിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പിന്നെ ഇവർ മറ്റ് യൂട്യൂബേഴ്സിനെയും കമൻ്റ് ഇടുന്ന ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് ഷാജി നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് ഇവരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയെ, പ്രത്യേകിച്ചും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, കുട്ടികളെ കൊണ്ട് എന്തിനാണ് ഓരോന്ന് പറയിക്കുന്നത്? വീണ്ടും വീണ്ടും അവരെപ്പോഴും, അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ടാണ് അവർ കുഞ്ഞിനെ കൊണ്ട് പറയിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചൊരു കാര്യം, ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ പലരും എന്നെ തെറി വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് തെറി വിളിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ആ കാര്യം പറഞ്ഞേ പറ്റൂ. പലരും ഇവർ ഭയങ്കര ഓടായ്പാണ്, അതിവിനയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വീഡിയോ ഇടുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിനോടൊന്നും എനിക്കൊരു ശതമാനം പോലും യോജിപ്പില്ല. പെണ്ണുങ്ങളെപ്പോഴും കരഞ്ഞ് വിളിച്ച് മെഴുകിയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരിയൊന്നുമല്ല ഞാൻ. പറയാനുള്ളത് എവിടെയും തുറന്നു പറയാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇവർ വീഡിയോ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഇത്രയും നേരം, ഇതൊരു വലിയൊരു വീഡിയോ തന്നെയായിരുന്നു, ഒരു 10-15 മിനിറ്റ് അല്ലെന്ന് തോന്നുന്നു, ഒരുപാട് സമയമുണ്ടായിരുന്നു, വലിയൊരു വീഡിയോ ക്ലിപ്പായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഇവർ സംസാരിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇതിൽ എത്ര വട്ടം ഇവർ അൽഹംദുലില്ലാ അങ്ങനെയാണോ എന്തോ പറയുന്നത്? ഇത് 13 മിനിറ്റ് 16 സെക്കൻഡ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇവരിട്ടിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് അവർ എത്ര തവണ അൽഹംദുലില്ലാ എന്ന വാക്ക് ഉച്ചരിച്ചു? ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ? എത്ര തവണ അവർ ആ ഒരു വാക്ക് ഉച്ചരിച്ചു? അതേസമയം അവരൊരു വീഡിയോ ആയിട്ട് അവരുടെ ചാനലിൽ അല്ലാതെ ഇവരൊരു നോർമൽ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു 1000 വട്ടമെങ്കിലും ആ ഒരു വീഡിയോ തീരുന്നതിനാൻ വെച്ച് ഇവർ അൽഹംദുലില്ലാ, ഞാൻ പറയുന്ന വാക്കിൽ തെറ്റ് വരുന്നെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എന്നുള്ള ആ ഒരു വാക്ക് പറയുന്നുണ്ടായിരിക്കും. ഒരുപാട് സത്യം. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇവർ ഫേക്കാണെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എനിക്കത് ശരിയായി, ഇത് ശരിയായി, അത് പലരും പറയാറുണ്ട്. അത് നിങ്ങളുടെ ഭഗവാനെ സ്തുതിക്കുന്നതാണ്, അത് കേൾക്കാൻ തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. പക്ഷെ ഞാനിതിവിടെ ഒരു തെറ്റായിട്ട് പറഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, ഇവർ അങ്ങനെ പടച്ചവനെ റബ്ബിനെ വിളിക്കുന്നത് ഒരു തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ഇത്രയും നേരം ലെന്തായിട്ടുള്ള ഒരു വീഡിയോയിൽ ഇവർ എത്ര തവണയാണ് ഇവർ ഈ ഒരു വാക്ക് പ്രയോഗിച്ചതെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. അല്ലെങ്കിൽ ഇവർ സാധാരണ ഇവരുടെ ഒരു ചാനലിൽ ഒരു വീഡിയോ അവർ ചെയ്യുമ്പോൾ ഒരു 101 അല്ല, അവർ ആ ഒരു വീഡിയോ തീരുന്നതിനെ വെച്ച് ഒരു കുഞ്ഞൊരു വാക്ക് പറയും, അപ്പോൾ ഈ അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്ക് പ്രയോഗിക്കും, വീണ്ടും ഒരു കുട്ടി വാക്ക് പറയും. അങ്ങനെയാണ് ശരിക്കും. അത് എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താണ് എനിക്ക് പറയാനും പറ്റുന്നില്ല ദൈവമേ, സായിപ്പിൻ്റെ ഭാഷ ബഹിഷ്കരിച്ചതുകൊണ്ട് സംഭവിച്ച കാര്യമാണ്. എന്തായാലും അവർക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഓവറായിട്ടുള്ള ഈ ഒരു വിളിയിൽ എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെ ആവട്ടെ, എന്ത് തന്നെയാണെങ്കിലും ആ അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. പക്ഷേ
ഈ ഒരു പെൺകുട്ടി നെജിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ കുട്ടികളെ ഇരുത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കരുത്, തെറ്റാണ്. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ആത്മഹത്യയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കരുത്, അതൊക്കെ വളരെ തെറ്റാണ്. ഈ ഒരു വീഡിയോ 31,000-32,000 പേര് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ആളുകളുടെയും മുന്നിലേക്ക് എത്താം. അപ്പോൾ അതൊക്കെ ആലോചിച്ച് വേണം വീഡിയോ ചെയ്യുമ്പോൾ ഓരോ വാക്കുകൾ പറയാനായിട്ട്, കേട്ടോ. ഇതൊരു സഹോദരി പറയുന്നതായിട്ട് കരുതിയാൽ മതി, മറ്റൊന്നും കരുതണ്ട. അപ്പോൾ എന്താണ്, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.